ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നം ഇങ്ങനെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. ഇത്തരം വിവാദങ്ങൾ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാവരും സമൂഹം മൊത്തത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഭരണഘടനയായാലും നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളായാലും സ്ത്രീകൾക്ക് ഒരു മേന്മ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു അപ്പർ ഹാൻഡ് കൊടുത്തിട്ടുണ്ട് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ. സ്ത്രീകൾക്ക് കുറച്ചുകൂടി, കാരണം വ്യാപകമായ സ്ത്രീകൾ പുരുഷന്മാരെക്കാളും പൊതുസമൂഹത്തെ കൊണ്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും ഏത് രൂപത്തിലായാലും സ്ത്രീകളെ ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു, അവരെ ശാരീരികമായി ശല്യം ചെയ്യുന്നു, മാനസികമായി ശല്യം ചെയ്യുന്നു, നോക്കി ശല്യം, പല രൂപത്തിൽ അവർക്ക് ഉപദ്രവങ്ങൾ കിട്ടുന്നു. ഇപ്പോൾ ലൈംഗികമായ നോട്ടം പോലും ഉണ്ടല്ലോ, അങ്ങനെ നോക്കാനോ പോലും അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് കൊണ്ടാണ് ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ നിയമമൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടു കൂട്ടരും, പോയ ഹണി റോസ് ആയാലും, ഹണി റോസ് എന്ന് പറയുന്ന നടി, സിനിമാ നടി, ഒരുപാട് സിനിമാ നടികളുണ്ട് നമ്മുടെ നാട്ടിൽ, ആയിരക്കണക്കിന് സിനിമാ നടികൾ. പക്ഷേ ചില സിനിമാ നടികൾ ഇവർ സിനിമയ്ക്ക് പുറത്ത്, സിനിമയ്ക്കകത്തെന്ന് പറഞ്ഞാൽ ഡയറക്ടറും സംവിധായകനും ഒക്കെ പ്രൊഡ്യൂസറൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് സ്ക്രീനിൽ നിന്ന് കഴിയുമ്പോൾ നമുക്കും അറിയാം. സിനിമയിൽ ഇപ്പം ഉമ്മർ, KP ഉമ്മർ, TG രവി, ബാലങ്ക നായർ, അവരൊക്കെ എന്തോരം വർഷം ജയിലിൽ കിടക്കാനുള്ള പണിയാണ് ഈ സിനിമയെ ചെയ്തിരിക്കുന്നത്. ബലാത്സംഗം അല്ലായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ. പക്ഷെ അവർ പൊതു രംഗത്തിറങ്ങുമ്പോൾ അവർ അഭിനയമാണല്ലോ, കാശിന് വേണ്ടി അഭിനയിക്കുന്നു. അത് കഴിയുമ്പോൾ അവർ നല്ല പച്ചയായ മനുഷ്യരല്ല, നല്ല മനുഷ്യരല്ലേ. KP ഉമ്മറൊക്കെ എത്ര നല്ല മനുഷ്യനാണ്, ബാലങ്ക നായരും ഒക്കെ, TG രവി നല്ല മനുഷ്യനാണ്. പക്ഷെ തിരിച്ചുണ്ട്, പൊതുസമൂഹത്തിലെ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നടികളുടെ സൗന്ദര്യം, നടികളുടെ ശരീരരീതി, അവരുടെ ആകാരപ്രകൃതി, അവർ ധരിക്കുന്ന വസ്ത്രം, ഇതൊക്കെ മാർക്കറ്റ് ചെയ്യും. അപ്പോൾ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചൊരു നല്ല തടിയേക്കുള്ളൊരു സ്ത്രീയാണ്, ഒരു വനിതയാണ്, അവർ സിനിമയിലൊക്കെ ഒരുപാട് അഭിനയിക്കുന്ന വനിതയാണ്. അപ്പോൾ അവരുടെ ആ ശരീരഘടനയൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കും പലരും. അപ്പോൾ അതനുസരിച്ച് ചെറുപ്പക്കാർ കൂടും, ആളെ കൂട്ടാനാണല്ലോ ഇതെല്ലാം ചെയ്യും. ഇപ്പോൾ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളെ കൂട്ടാനാണ്, പ്രത്യേകിച്ച് യൂത്തിനെ കൂട്ടാനാണ് ഈ പോകുന്നത്. അപ്പോൾ പോയി അങ്ങനെ സംഭവങ്ങളുണ്ടായി. അപ്പോൾ അതിനകത്ത് ബോബിയും കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരുന്നു, ബോബി ചെമ്മണ്ണൂർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അദ്ദേഹം ഒരു സംഭവം ഉണ്ടായി, ആ സംഭവം എനിക്ക് തോന്നുന്നത് എന്തറിയാവോ, ആ പർട്ടിക്കുലർ സംഭവം വലിയ ഇഷ്യൂ വരേണ്ടതല്ല. കാരണം ഇവരെ കുന്തിദേവി എന്ന് വിളിച്ചില്ല. ഞാൻ ആ വീഡിയോ കണ്ടതുകൊണ്ട് പറയുന്നത്, ഹണിയില്ല, റോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റോസ് ഞാൻ കൊടുക്കുന്നു. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഇവരെ കണ്ടപ്പോൾ എനിക്ക് ഹണി റോസിനെ കണ്ടപ്പോൾ മഹാഭാരതത്തിലെ കുന്തിദേവിയായിട്ട് അഭിനയിച്ച ആ ഹിന്ദി നടിയെ എനിക്ക് ഓർമ്മ വരുന്നു. അതവിടെ വെച്ചാലും അതൊരു ലൈംഗികതയില്ല, ഒന്നുമില്ല. കുന്തിദേവി എന്ന് വിളിച്ചില്ലല്ലോ, ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞാൽ മറ്റേവർ പറഞ്ഞു. പക്ഷെ അതിന് ശേഷം പോച്ച് എന്ത് ചെയ്ത് കളഞ്ഞു, ഇത് പല ചാനലുകളും എന്തിനാണ് അങ്ങനെ കുന്തിദേവി എന്ന് വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് അതിനെ ഇവരെ ശരീരവുമായി ബന്ധപ്പെടുത്തി വളരെ മോശമായ ഒരുപാട് ആളുകൾ കയറ്റിയിട്ടു. അവരുടെ ബോഡി സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് കുന്തിദേവി എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് വേറെ മോശമാക്കിയിട്ടുണ്ട്. ഈ മോശമാക്കിയതിനെ ആര് ഇഗ്നോർ ചെയ്യണമായിരുന്നു? ബോബി ചെമ്മണ്ണൂർ ഓണപ്പം പോണ്ടായിരുന്നു. ഇത് പുള്ളി എടുത്ത് ചാനലുകളിൽ പോയി നടിയല്ല, ഞാൻ നടി എന്നല്ലേ പറഞ്ഞത്, വേറൊരു വാക്ക് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, സ്ത്രീകളെ കുറിച്ച് എനിക്ക് പറയേണ്ട കാര്യം, വേറൊരു വാക്ക് പറഞ്ഞില്ല പുള്ളി, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ പൊതുസമൂഹം ഉപയോഗിച്ചു, നന്നായിട്ട് ഉപയോഗിച്ചു. പല യൂട്യൂബ് ചാനലുകളും നന്നായിട്ട് ഉപയോഗിച്ചു പുള്ളി അതിനെ എൻജോയ് ചെയ്തു. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? കോടതിയിൽ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? വ്യവസായിയാണ് ഇദ്ദേഹം, ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഒരുപാട് ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഒരാളിനെ കൊണ്ടുവരാനായിട്ട്, വിദേശത്ത് നിന്ന് കൊണ്ടുവരാനായിട്ട്, നവാസ് എന്നോ ശരിപ്പെന്ന് പറഞ്ഞ് നവാസ് എന്ന് പറ്റും, ഒരാളിനെ കൊണ്ടുവരാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് റേസ് ചെയ്തത്. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളുണ്ടാകും, പുള്ളി ഇടപെടുന്നുണ്ട് സമൂഹത്തിൽ, ചാരിറ്റിയൊക്കെ നടത്തുന്ന ആളാണ്. പക്ഷേ എങ്കിലും പുള്ളി ഈ ഒരു പക്വത കാണിച്ചില്ല. ഇതിനകത്തൊരു പക്വത കാണിക്കേണ്ടിയിരുന്നു. പ്രത്യേകിച്ച് സംസാരത്തിലായിട്ടും ഇൻ്റർവ്യൂ കൊടുക്കുന്നതിലൊക്കെ പക്വത കാണിച്ചില്ല. അവിടെയാണ് ഇത് സംഭവിച്ചത്. തീർച്ചയായിട്ടും ഒരു പക്വത കുറവുണ്ട്. എന്നെ വേണം ചോദിച്ചാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു പക്വത കുറവ് ഇതിനകത്ത് നന്നായിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്, പല നടിമാരും അവർ ഈ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ മാർക്കറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവരുടെ ചെയ്യുന്നുണ്ടല്ലോ, വളരെ കൃത്യമായി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അവരെ ഒരു നടി എന്നുള്ളതല്ല, ഈ നടിമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ല, ഇനിയുള്ള കാലത്ത് ഇത്തരം പ്രവർത്തികൾ നടക്കും, പക്ഷെ ആരും മിണ്ടാൻ പാടില്ല, അങ്ങനെയാണ്. അല്ലല്ല, ഞാൻ പറയുന്നത് നടികളും സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളുടെ നഖം മുതൽ തലമുടി വരെ എന്ന് പറയുമ്പോൾ എല്ലാ അവയവങ്ങളും ആയല്ലോ. പുരുഷന്റെ അത്ര ഇല്ല, ബിസിനസ്സാണ്, എല്ലാം കാശാണ്. നെയിൽ പോളിഷ് തൊട്ട് തുടങ്ങും, എല്ലാ സാധനത്തിൻ്റെയും പരസ്യങ്ങൾ. നിങ്ങൾ ടയറിൻ്റെ പരസ്യം നോക്കൂ, പുരുഷൻ ഫുൾ ഡ്രസ്സിൽ നിൽക്കും, ഫുൾ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നു, സ്ത്രീ ഹാഫ് ഡ്രസ്സിലാണ് നിൽക്കുന്നത്. എന്തിനാണ്? സമൂഹത്തിൻ്റെ അറ്റൻഷൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ചെറുപ്പക്കാരുടെയും ആണുങ്ങളുടെയും അറ്റൻഷൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിൻ്റെ പരസ്യത്തിലും, സ്ത്രീകൾ ഉപയോഗിക്കാത്ത വസ്തുക്കളുടെ പരസ്യത്തിലും സ്ത്രീകൾ വന്നാൽ
ഹാഫ് ഡ്രസ്ഡ് ആണ്. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. കോടിക്കണക്കിന് രൂപയുടെ മാർക്കറ്റാണ്. ഫാഷൻ ഷോകൾ നടത്തുന്നത്, അതൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റ് എന്തെന്ന് മനസ്സിലാക്കാൻ ആർക്ക് കഴിയുന്നില്ല പലപ്പോഴും. ഈ നടികൾക്കും ആളുകൾക്കും ഒന്നും കഴിയുന്നില്ല. അതിന് പറയുന്ന വേറെ ചില ന്യായം, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമെന്ന് പറയും. പക്ഷെ ഇഷ്ടമുള്ള വസ്ത്രം എന്ന് പറയുന്നതിനകത്തൊരു ഡ്രസ് കോഡുണ്ട്. ആ ഡ്രസ് കോഡ് ആരാ തീരുമാനിക്കുന്നത്? അവരവരാണ്. ഞാനല്ല തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഡ്രസ് കോഡ്. നിങ്ങളല്ല എൻ്റെ ഡ്രസ് കോഡ് തീരുമാനിക്കുന്നത്. അല്ല, നമുക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ഡ്രസ് കോഡ് ഞാൻ തീരുമാനിക്കണം. എനിക്കൊരു ഡ്രസ് കോഡ് ഞാൻ തീരുമാനിക്കണം. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ കയ്യിൽ കൊടുത്തുകൊണ്ട് നിൽക്കും. പുറത്തിറങ്ങുമ്പോൾ ഞാൻ അടുത്ത് പോകണേ ചിലപ്പോൾ മുണ്ടെടുക്കും. കുറച്ചുകൂടെ വേറെ ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ നല്ല ഷർട്ട് ഇടും. കുറച്ചുകൂടെ പോകുമ്പോൾ ഞാൻ കോട്ട് ഇടും, ചിലപ്പോൾ ജുബ്ബ ഇടും. എൻ്റെ ഡ്രസ് കോഡ് ഞാൻ തീരുമാനിക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞാൻ ഡോക്ടറാണെങ്കിൽ പച്ച യൂണിഫോം ഇട്ടുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ആണുങ്ങളും ഉണ്ടല്ലോ നഴ്സ്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ. നഴ്സാണെങ്കിൽ ഞാൻ മറ്റേ ഓവർ കോട്ട് ഇട്ടേ പറ്റുള്ളൂ. കോടതിയിൽ ചെന്ന് ഞാൻ കറുത്ത കോട്ട് ഇട്ടേ പറ്റുള്ളൂ. അല്ല, ഡോക്ടർ ശസ്ത്രക്രിയക്ക് ഗോവലിടുന്ന ഡ്രസ് ഇടാൻ പറ്റില്ലല്ലോ. അതാണ് പറയുമ്പോൾ നാം തീരുമാനിക്കുമെന്ന് പറയുമ്പോഴും ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഒരു പ്രശ്നമുണ്ട്. അതായത് സമൂഹം നൽകുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ, നമ്മൾ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. വീട്ടിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നിൽക്കാൻ. വീട്ടിനകത്തും പരിമിതിയുണ്ട്. കാരണം കുടുംബാംഗങ്ങളുണ്ടല്ലോ. വിവസ്ത്രനായിട്ട് വീട്ടിനകത്ത് നിൽക്കാൻ പറ്റും. കുടുംബാംഗങ്ങളില്ലേ കൂടെ ഉള്ളവർ. അപ്പോൾ അതുകൊണ്ട് അത് ഒരു അച്ചടക്കത്തിന്റെ പ്രശ്നമുണ്ട് അതിനകത്ത്, ഒരു ഡ്രസ്സിന്റെ പക്ഷേ ഇത് ആര് തീരുമാനിക്കാം? പൊതുസമൂഹത്തിൽ പോകുമ്പോൾ ഇപ്പോൾ കൈയില്ലാത്ത ബ്ലൗസ് ഇട്ടുകൊണ്ട് വരുന്നു. അപ്പോൾ കൈയില്ലാത്ത ബ്ലൗസ് ഇട്ടുകൊണ്ട് അല്ലേ അത് വൾഗർ? അതിൻ്റെ കാര്യമില്ല, നോക്കാതിരുന്നാൽ മതി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പക്ഷെ പെൺകുട്ടികൾ സ്വയം തീരുമാനിക്കേണ്ടത്, ഞാൻ എൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിന് വായു ഏൽക്കാതിരിക്കാൻ, അല്ലെങ്കിൽ മലിനമായ വസ്തുക്കൾ ഏൽക്കാതിരിക്കാൻ, അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാനൊക്കെയാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ്, ഫാഷൻ മാത്രമല്ല. പക്ഷെ ഫാഷൻ വന്നു, ഫാഷനും കൂടെ വന്നു. ഇപ്പോൾ ജീൻസ് ഇടുന്ന ആളുകളുണ്ട്. പലരും ജീൻസ് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിടുന്ന ആളുകളുണ്ട്. വാങ്ങിക്കും, കട്ട് ചെയ്തിട്ട് വേറെ അവിടെ എന്തെങ്കിലും തച്ച് കയറ്റി ഇടുന്നു. അങ്ങനെ പല രൂപത്തിൽ ആളുകൾ വരുന്നു. ഹണി റോസ് കവിയത്രിയൊന്നും അല്ലല്ലോ അവിടെ വന്ന് കവിത കേൾക്കാമെന്ന്. അല്ലാത്ത രീതിയിൽ എന്താണോ, അതാ ഞാൻ പറയുന്നത്, ഹണി റോസിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ നമ്മുടെ സമൂഹം മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ ശ്രമിച്ചു. അതിനകത്ത് അവർ ആ മാർക്കറ്റിംഗ് സ്റ്റൈലിലേക്ക് അവർ മാറിക്കൊടുത്തു. അപ്പോൾ അവർ ഏത് ഡ്രസ്സ് ഇടണം? ഇപ്പോൾ ഒരിടത്ത് ചെല്ലുമ്പോൾ അവർ സന്യാസിനിയായിട്ട് ചെല്ലുന്നു, വേറെ പല രൂപത്തിലാണ് അവർ ചെല്ലുന്നത്. അപ്പോൾ അതെങ്ങനെയാണോ അവിടുത്തെ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൻ്റെയും മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടല്ലോ, ഇവർക്ക് മാനേജരൊക്കെ ഉണ്ടല്ലോ, ഹണി റോസിന് മാനേജർ ഉണ്ടല്ലോ, അവരൊക്കെയാണ് തീരുമാനിക്കുന്നത് ടീം ഇതൊക്കെ പോകണം. അപ്പോൾ അതിലൊരു കാശ് കിട്ടുന്നു, നല്ല കാശ് കിട്ടുന്നു. അപ്പോൾ ഇവരും ഇത് ആ ഒരു രീതിയിലേക്ക് പോയി. അപ്പൊ അവർ ഡ്രസ് കോഡൊന്നും നോക്കില്ല. കോഡെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തായാലും ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും, വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതൊരു 4 മാസം മുമ്പല്ലേ, അങ്ങനെ ഒരു ചിന്തയാണ് നമ്മൾ പല കാര്യങ്ങളും. അങ്ങനെ 4 മാസം മുമ്പാണല്ലോ ഈ സംഭവം ഉണ്ടായത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഇതിനോട് ഒരു കൂട്ടിച്ചേർക്കാനുള്ള കാര്യം, നമ്മുടെ കേരളത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇത്തരം ഒരു സിമ്പിൾ ആയിട്ടൊരു വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇതൊന്നും അല്ലല്ലോ, ഇവിടെ പീഡനം നടക്കുന്നു, കൊലപാതകം നടക്കുന്നു. അത്തരം സംഭവങ്ങൾ വരുമ്പോൾ സർക്കാർ വരെ മൗനം പാലിക്കുകയാണ്. ഇത് പിണറായി വിജയനെല്ലാം ചാടി വീഴുകയാണ്. എന്തോ അല്ല, അതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു സ്കോപ്പ്, അതാ ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് സ്കോപ്പ് കണ്ടല്ലോ. അപ്പൊ ഹണി റോസിന്റെ ടീമും വിചാരിച്ചു ഇന്ന് സിനിമ ഇറങ്ങുന്നു, കുറച്ചൊരു പബ്ലിസിറ്റി പറ്റുമോ എന്ന് അവരും നോക്കുന്നു. അവരെ കൂടെയുള്ള പത്രക്കാരും മറ്റേ കൂടെയുള്ള ടീമും ഒക്കെ അത് ആലോചിച്ചു. അപ്പം ഒരു വലിയ വൻകിട ഒരാളിനകത്താക്കി കഴിഞ്ഞാൽ അങ്ങനെയുണ്ടല്ലോ. ഇതിനകത്തൊരു മീഡിയ വാല്യൂ ഉണ്ടല്ലോ. നിങ്ങളീ പറഞ്ഞതൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട്, പീഡനവും എല്ലാം നടക്കുന്ന നാടാണ്. പക്ഷെ അവിടെ അതിൻ്റെ ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങും ഇതിന് കിട്ടുന്ന ഇതിപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഒരു സാധാരണ ഒരു വീട്ടമ്മയെന്ന് മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞു, ഒരു കാര്യം പരാതി പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. വാർത്തയൊന്നുമില്ല. പക്ഷെ ബോച്ചി അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ബോൾഡായി, ധീരനായി, അപ്പം തന്നെ തീരുമാനം എടുത്തു, ഭരണകൂടമായി. അപ്പം ഇതെല്ലാവരും എന്ത് കണ്ടു? ഇതിൻ്റെ പൊളിറ്റിക്സ്, ഇതിൻ്റെ മാർക്കറ്റിംഗ്, ഇതെല്ലാം കണ്ടു. ഇത് മനസ്സിലാക്കണമായിരുന്നു. ബോച്ചയെ പോലുള്ള ആളുകളൊക്കെ, അദ്ദേഹം വ്യവസായിയല്ലേ, അദ്ദേഹം ഡാൻസ് ചെയ്യാം, പാട്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ഒരു പക്വതയുള്ള ജീവിതം അദ്ദേഹം നയിക്കണമായിരുന്നു. ഇപ്പുറത്ത് ഹണി റോസ് എന്ത് ചെയ്യണമായിരുന്നു? ഹണി റോസും നമ്മൾ നിൽക്കുന്നൊരു സമൂഹവും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം. നമുക്ക് അങ്ങനെയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. കുറെ എല്ലാ പരിഷ്കാരവും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ദിവസം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല. ഇപ്പം നോൺ വെജുകാരൻ പെട്ടെന്ന് വെജാവാൻ പറ്റത്തില്ല, ബോഡി പിടിക്കത്തില്ല. പക്ഷെ മാറ്റം വരട്ടെ, തീർച്ചയായിട്ടും അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ ധരിക്കാം. അതിനകത്തൊന്നും ഞാൻ എതിരൊന്നുമല്ല, അല്ല നമ്മൾ എതിരേക്കുന്ന കാര്യമില്ല. പക്ഷേ സ്വയം കോഡ് തീരുമാനിക്കണം, അല്ലാതെ മറ്റൊരാൾ തീരുമാനിക്കണ്ട. അവരവർ തന്നെ തീരുമാനിച്ചാൽ മതി. പക്ഷെ നമ്മൾ വേദി, സ്ഥലം, പൊതുസ്ഥലം മാത്രമല്ല, ഇതിനകത്ത് വേറെ നിങ്ങൾ മനസ്സിലാക്കൂ. അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഒരു നടി, ഒരു സ്ത്രീ ഒരു സ്ഥലത്തൊരു പരിപാടി പങ്കെടുത്താൽ ആ സ്ത്രീയുടെ ക്യാമറമാൻമാർ കാണുമല്ലോ, കുറേ ക്യാമറമാൻമാർ കാണുമല്ലോ. ആ ക്യാമറമാൻ്റെ കണ്ണ് എപ്പോഴും എങ്ങോട്ടാണ് പോകണമെന്നറിയോ? എങ്ങോട്ടാണ് പോണത്? ആ സ്ത്രീയുടെ സൗന്ദര്യത്തിലൊന്നുമല്ല, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ? സാരി മാറുന്നുണ്ടോ? വയറ് കാണാൻ പറ്റുമോ?
ചെസ്റ്റിൻ്റെ അവിടുത്തെ സാരി മാറുന്നുണ്ടോ, ജസ്റ്റ് നിലവിളക്ക് കൊളുത്തുമ്പോൾ സാരിയുടെ ഏതെങ്കിലും പാർട്ട്. അപ്പം വനിതയുടെ ഒരു സ്ത്രീയുടെ വസ്ത്രത്തിലല്ല, വസ്ത്രവും സൗന്ദര്യത്തിലൊന്നും അല്ല ഈ ക്യാമറമാന്മാർ പിടിക്കുന്നത്, ശരീരമാണ് പിടിക്കുന്നത്. അങ്ങനെ ഒരു മനസ്സും കൂടെ അവർക്കുണ്ട്, കണ്ണും കൂടെ അവർക്കുണ്ട്. അവരത് പിടിക്കും. അപ്പോൾ ഇവർ തിരിഞ്ഞിരിക്കും. ഇവർക്ക് നല്ല തടിയൊക്കെയുള്ള സ്ത്രീയല്ലേ, അവർ തിരിഞ്ഞിരിക്കുന്നു, അങ്ങോട്ടേക്കുന്നു ഇങ്ങോട്ടേക്കുന്നു, നോക്കുന്നു, കുനിയുന്നു, ഇതെല്ലാം അമ്മമാരെടുത്തിടും. ടീമുകളെടുത്ത് മാർക്കറ്റ് ചെയ്യും. അതിനൊരു ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു, ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കൂടി ആരും മനസ്സിലാക്കണം, നമ്മുടെ ടീമും കൂടി മനസ്സിലാക്കണം, പെൺകുട്ടികളും അത് മനസ്സിലാക്കണം, സ്ത്രീകളും. നമ്മുടെ ശരീരം ഒരു മാർക്കറ്റിംഗ് സമൂഹത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. സ്ത്രീ ശരീരത്തെ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും താമസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്വയം നിയന്ത്രിതമായ ഡ്രസ് കോഡ് അവരവർ തീരുമാനിച്ചാൽ മതി. അതാണ് എൻ്റെ വ്യക്തിഗത അഭിപ്രായം. അവരവർ തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഇത്തരം വിഷയം അങ്ങനെ വരുമ്പോൾ ഇത്തരം വിഷയങ്ങൾക്ക് ഒരു അപ്രാധാന്യം വരും. ഇതല്ല പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ഇതല്ല ഇവിടുത്തെ ഏറ്റവും ഹോട്ട് വിഷയം, ഇതല്ല. പക്ഷേ ഇത് ഹോട്ടാവുന്നപ്പോഴാണ്, ഈ ഇതിലേക്ക് പോകുമ്പോഴാണ്. അല്ലാതെ ഉള്ളൊരു സമൂഹത്തെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ ഒരു രാഷ്ട്രീയ പാർട്ടി ആയാലും മീഡിയ ഇപ്പം മീഡിയ തന്നെ ഇങ്ങനെ അടിക്കടി രാഹുൽ ഈശ്വർ ഉദാഹരണം പറയുന്നു, പിന്നെ ഹണി റോസ് ഒരു കാര്യം പറഞ്ഞു, രാഹുൽ ഈശ്വർ വേറെ കാര്യം പറഞ്ഞു. രാഹുൽ ഈശ്വറിന് മറുപടി ഉടനെ ഹണി റോസ് പറയുന്നു, ഉടൻ വീണ്ടും രാഹുൽ ഈശ്വറിനെ വിളിക്കുകയാണ്. ആങ്കർമാർ ചോദിക്കണ്ടിട്ടുണ്ടോ, നിങ്ങളത് ട്രോളിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇങ്ങനെ മനുഷ്യൻ്റെ മൃദുല വികാരങ്ങളെ ചൂഷണം ചെയ്ത് അത് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ രാഹുൽ ഈശ്വർ എന്ത് പറഞ്ഞു, ഞാനൊരു വ്യക്തിയെ പറഞ്ഞാണ്, ഉടനെ മറ്റാൾ എന്ത് പറഞ്ഞു, ഉടൻ സോഷ്യൽ മീഡിയയിൽ എന്ത് പറഞ്ഞു. ഇങ്ങനെ അൺനെസസറി ആയിട്ടും ആവശ്യമില്ലാത്തതും നമുക്ക് ഒരു താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ സമൂഹത്തെ എന്ത് ചെയ്യും, ബന്ധിപ്പിക്കുകയും അത് കാണുകയും അതിൽ അർമാദിക്കുകയും അഭിരമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമില്ല. ഇത് വന്നു സംഭവം ഉണ്ടായി, കേസെടുത്ത് ഓക്കെ, പക്ഷെ അത് നമ്മൾ വന്ന് ആഘോഷിക്കുകയാണ്. കാരണം എന്താണ്, ഒരു വശത്ത് ബോച്ചയാണ്, മറുവശത്ത് സിനിമാ നടിയാണ്. രണ്ടിനും മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ. ആ മാർക്കറ്റ് വാല്യൂവിന് എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് വാല്യൂ അല്ല, മാർക്കറ്റിംഗ് വാല്യൂ. മാർക്കറ്റ് ചെയ്യാനുള്ളൊരു പ്രോഡക്റ്റ് പോലെയല്ലേ രണ്ടിനും നോക്കാം. അപ്പം ബോബി ചെമ്മണ്ണൂർ ഒരു പ്രോഡക്റ്റാണ് നമുക്ക് സമൂഹത്തിന്, ഹണി റോസ് ഒരു പ്രോഡക്റ്റാണ്. നന്നായി സമൂഹം അങ്ങോട്ട് അതിനെ വഷളത്തരമാക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അയാൾ വരുന്നു, വീടുന്നു, മോഹാലിസ്യപ്പെടുന്നു, കോടതി പോകുന്നു, ചാനൽ. എന്താണ് സംഭവിച്ചത്? എന്താ ഇങ്ങനെ ഒരു ബഹളം? അദ്ദേഹം തെറ്റിയവരുടെ ശിക്ഷിക്കപ്പെടട്ടെ, കോടതി തീരുമാനിക്കട്ടെ. അതല്ലേ നമുക്ക് പറയാൻ കഴിയും. ഒരാളെ തെറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയവനാണ് ശിക്ഷിക്കപ്പെടണമല്ലോ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള സ്ത്രീക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനം. അവരിപ്പോൾ നമ്മളൊരാൾ തട്ടേ മുട്ടേ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് സ്ത്രീക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു, അവർക്ക് അവരൊരു കളങ്കിതമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ കേസെടുക്കേണ്ടി വരും. നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് കേസെടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സ്ത്രീകളും ഞാൻ ഈ പറഞ്ഞ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ ശരീരം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സ്ത്രീയും മനസ്സിലാക്കുക, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് സ്ത്രീ മനസ്സിലാക്കുക. അപ്പോൾ അവിടെയാണ് ഡ്രസ് കോഡ് വേണോ, ഡ്രസ് കോഡെന്നല്ല, ഒരു സ്വയം നിയന്ത്രിതമായ ഡ്രസ്സിങ് സംവിധാനം വേണോ എന്നുള്ളൊരു ചർച്ചയ്ക്ക് പ്രസക്തി വരുന്നത്. അല്ല നിങ്ങളുടെ ഡ്രസ്സ് ഞാൻ തീരുമാനിക്കാനും, നമ്മൾ ഞാൻ പുരുഷനാണ്, നിങ്ങൾ സ്ത്രീയാണ്, നിങ്ങൾ ഏത് ഡ്രസ്സ് ഇടണോ ഞാൻ തീരുമാനിക്കേണ്ട വല്ല കാര്യമാണ്? പറ്റത്തില്ലല്ലോ. അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ് ഏത് ഡ്രസ്സ് ഇടണമെന്നുള്ളത്. അതൊക്കെ അനുവദിച്ചു കൊടുക്കുകയും വേണം. രാജ്യത്ത് ലോകത്തെല്ലാം അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷെ അനുവദിക്കുമ്പോൾ നമ്മൾ താമസിക്കുന്ന സമൂഹവും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. ആദിവാസികൾ വളരെ കുറച്ചാണ് അണ്ടർ ഗാർമെൻറ്റ്സ് ധരിക്കുന്നത്. നമ്മൾ പലപ്പോഴും അവർ പുറത്തുള്ള ഡ്രസ്സാണ് കൂടുതൽ ധരിക്കുന്നത്. അണ്ടർ ഗാർമെൻറ്റ്സ് വളരെ കുറച്ചാണ് ധരിക്കുന്നത്. അവിടെ ആരെങ്കിലും അവരെ ദിവസം പോയി പീഡിപ്പിക്കുകയാണോ? പക്ഷെ അത് അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ്. വിദേശ രാജ്യങ്ങൾ സെക്സ് ഫ്രീ ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്, ഫ്രീ സെക്സ് ഉള്ള രാജ്യങ്ങളുണ്ട്, ഓപ്പണായി നിന്ന് സെക്സ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. മാർക്കറ്റല്ല, നമ്മൾ ഗാർഡനിലൊക്കെ ഇരുന്ന് ചുംബിക്കുകയും, സെക്സ് എന്ന് പറഞ്ഞാൽ ചുംബന സെക്സ് എന്നല്ല പറഞ്ഞാൽ പലതരത്തിലുള്ള സെക്സ് ചെയ്യുന്ന, ഓറൽ സെക്സ് ഒക്കെ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്, ഗാർഡനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. എന്താണ് എന്ന് വെച്ചാൽ ലോകത്തെല്ലായിടത്തും അത് പറ്റും? അത് പറ്റത്തില്ല. അപ്പം സമൂഹവും കൂടി നോക്കുക, വർത്തമാനകാലത്തെ നോക്കുക, അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് വേണം എല്ലാ കൂട്ടരും തീരുമാനിക്കാൻ. അല്ലെങ്കിലാണ് ഈ സംഘർഷവും ഈ കുഴപ്പവും. ഡ്രസ്സാണ് കുഴപ്പം, അല്ല ഡ്രസ്സ് ചെയ്തതാണ് കുഴപ്പം. അപ്പോൾ ഉടനെ ചോദിക്കും, നിങ്ങൾ എന്തിനാ നോക്കാതിരുന്നാൽ പോലെ, നിങ്ങൾ നോക്കുന്നത് കൊണ്ടല്ലേ, നിങ്ങളാണോ തീരുമാനം? ഇങ്ങനെ അൺനെസസറി ഡിസ്കഷനിലേക്ക് ആര് പോകും? സമൂഹം പോകും. അത് ഹെൽത്തി അല്ല. അപ്പോൾ അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് അതാണ് കറക്റ്റ് ആൻസർ. ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു കേരളം ഇതാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കേരളം മറിഞ്ഞു പോകുന്നുള്ള ചർച്ച വല്ല കാര്യമുള്ളതാണ്? ഒരു കാര്യമുള്ളതല്ല. 4 മാസം മുമ്പ് നടന്നൊരു സംഭവം. അതിനവർക്ക് പരാതിയുണ്ട്, അവരോട് പരാതി കൊടുത്തു, നടന്നോട്ടെ. പക്ഷെ അതിനൊരു വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമാക്കി മാറ്റി തീർക്കുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അതൊരു തരം എന്താ പറയുക,
വേറെ ടോപ്പിക് ഇല്ലാത്തതുകൊണ്ടാണോ ഒരു മസാല, ഇത്തരമുള്ള മസാല അല്ലെങ്കിൽ പുളിപ്പും രസവും വെച്ച് രസവും പുളിപ്പൊക്കെ ഉള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പബ്ലിസിറ്റി ഉണ്ടല്ലോ, അതാണോന്ന് അറിയില്ല. അത് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും.